ധീരജവാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുറിയൊരുക്കി ചെറുതുരുത്തിയിലെ കഫേ മഖാനി. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് പൂവത്തിങ്കൽ അബ്ദുൽ സലാമാണ് പ്രാർത്ഥനയ്ക്കായി മുറിയൊരുക്കി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത്. പ്രതിരോധ സേനയിലുള്ളവർക്ക് ഇവിടെ ഭക്ഷണവും സൗജന്യമാണ്. കഫേ മക്കാനിയിലെ മുറിയിൽ ജവാന്മാരുടെ ഫോട്ടോകൾ പതിച്ചിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുന്നത് ഇവരുടെ സംരക്ഷണയിലാണെന്ന സന്ദേശവും എഴുതിയിട്ടുണ്ട്. പ്രതിരോധ സേനയുടെ യൂണിഫോം കളറിലാണ് മുറി അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്നവരെല്ലാം ഈ മുറി സന്ദർശിച്ച് ഒരു സെൽഫി എടുത്തേ മടങ്ങാറുള്ളൂ എന്ന് അബ്ദുൽ സലാം പറയുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി. സഹോദരൻ മുഹമ്മദ് അലി ജവാനായിരുന്നപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ടതോടെ പട്ടാളക്കാരനാകണം എന്നാഗ്രഹിച്ചെങ്കിലും സാധ്യമായില്ല. പിന്നീട് വിദേശത്ത് ജോലി ചെയ്തു. സ്വന്തമായി സ്ഥാപനം തുടങ്ങിയപ്പോഴാണ് ജവാന്മാർക്കായി മുറിയൊരുക്കിയത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക ലഘുലേഖ 24 മണിക്കൂറും നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഒരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളത് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈ പ്രാർത്ഥന. കാരണം നമുക്കറിയാം ആയിരക്കണക്കിന് സൈനികരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ സ്നേഹം, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ പ്രാർത്ഥന അവരുടെ ഊർജം പലപ്പോഴും വർദ്ധിപ്പിക്കും. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.